സോഷ്യലിസം ലോകത്തിൽ വന്നിട്ടുള്ള രണ്ടേ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് 40 വർഷത്തെ മരുഭൂപ്രയാണം. ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറേയും കണ്ടില്ല. എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്, എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച്. വയ്യാത്ത വൃദ്ധന്മാർക്ക് വേണ്ടി ചെറുപ്പക്കാർ പെറുക്കിയിട്ടുണ്ട്. അവർ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ കൂടാരങ്ങളിൽ വന്ന്. കൃത്യമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് ആദിമസഭയിൽ എല്ലാവരും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം പൊതുവക എന്നുണ്ട്. കമ്മ്യൂണിസം ലോകത്തിൽ വന്നിട്ടുള്ള രണ്ടേ രണ്ട് സ്ഥലങ്ങൾ പഴയ നിയമസഭയിലെ ആ 40 വർഷവും പുതിയ നിയമസഭയിലെ ആദ്യത്തെ ഘട്ടവും മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് കരിക്കൻവില്ല കൊലക്കേസ് പ്രതി റെന്നി ജോർജിനെ രക്ഷയിലേക്ക് നയിച്ച പാസ്റ്റർ റോയി വർഗീസിന്റെ അനുഭവങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ കേട്ടു. ഇത് 3-ാം എപ്പിസോഡിൽ കേരളക്കരയിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ആത്മീയ മണ്ഡലത്തെ ഇളക്കിമറിച്ച പവർ ഇവാഞ്ചലിസം എന്ന ഒരു ആത്മീയ മുന്നേറ്റം, അതിന് നേതൃത്വം കൊടുത്ത പാസ്റ്റർ KC ജോൺ, എങ്ങനെ ആ മുന്നേറ്റം തകർന്നുപോയി, ഈ ചരിത്രങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അതിനോടൊപ്പം നടന്ന പാസ്റ്റർ റോയി വർഗീസ് വിവരിക്കുന്നു. കേൾക്കുക. ഈ സമയം തന്നെ പാസ്റ്റർ KC ജോണിൻ്റെ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസം നടക്കുകയാണ്. ഞാൻ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോഴാണ് ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലി ഉയർത്തിയിരിക്കുന്നു. ഇതെൻ്റെ അനുഭവമാണ്. പിന്നെയും വായിച്ചു, 1000 തവണ വായിച്ച് കാണാതെ പഠിച്ചത്. ഈവൻ മൈ ബെസ്റ്റ് ഫ്രണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചു, കാണാതെ പഠിച്ചു. അവിടെ കിടന്ന് ബൈബിൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ ബൈബിൾ വേറൊരു ആംഗിളിലാണ് കാണാൻ തുടങ്ങി. നെബൂഖദ്നേസർ രാജാവിൻ്റെ അവിടെ വന്നു വായിച്ചു. അഹങ്കാരിയായ നെബൂഖദ്നേസറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഡയലോഗ്. അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ അകത്ത് അഹങ്കാരം ഉണ്ടായിരുന്നു. കാരണം DYFIയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ലീഡറൊക്കെയാണ്. 24 വയസ്സുള്ളപ്പം പല അതിർ വിഷയങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും തീർക്കാത്തതൊക്കെ തീർക്കുക, ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുക. എന്നോട് കുഞ്ഞപ്പി സാഹു പറഞ്ഞ് എന്തൊരു ബുദ്ധിമോശമാണ് കാണിച്ചേ, അടുത്ത കുട്ടനാട്ടിലെ കാൻഡിഡേറ്റ് ആകേണ്ട ആളല്ലേ, അതും പെന്തക്കോസുകാരുടെ കൂടെ എന്നോട് പറഞ്ഞ. അപ്പോൾ അവരുടെ ചിന്തയിൽ അങ്ങനെയാണ്. അത് വളരെ താഴ്ന്ന ചിന്താഗതിയിലേക്ക് പോയില്ലേ. ആ ദൈവമില്ല, നിരീശ്വരവാദവും യുക്തിവാദി ആയിരുന്നു നടന്ന ഞാൻ ഇങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ വളരെ താഴ്ന്ന ചിന്താഗതിയിലോട്ട് പോയെന്നല്ലേ അവരുടെ ആ ധാരണ. അങ്ങനെ ഞാൻ ഈ വേദപുസ്തകം വായിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റി എന്നെ അട്രാക്റ്റ് ചെയ്യും. ദൈവമായിട്ട് യേശുക്രിസ്തുവിനെ ഞാൻ അംഗീകരിച്ചില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഗതസമനയിൽ വെച്ച് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ റോമൻ സോൾജേഴ്സ് വരുന്നു. അപ്പം നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അത് ഞാനാണ്, ഇവർ പൊക്കോട്ടെ. ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സിൽ കൂടെ എൻ്റെ മനസ്സിൽ കൂടെ എക്കോ ചെയ്തത് പി കൃഷ്ണപിള്ളയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ. പി കൃഷ്ണപിള്ള EMS കൂടെ ഇവിടെ തിരുവിതാംകൂറിൽ വന്ന് മലബാറിയും തിരുവിതാംകൂറിൽ ഒന്ന് ഒളിവിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ പാമ്പ് കടിച്ച് അദ്ദേഹം മരിക്കും. പാർട്ടിക്കത്ത് എഴുതിക്കൊണ്ടിരിക്കുക, സഹാക്കളെ മുന്നോട്ട്. അന്ന് എൻ്റെ ലീഡേഴ്സ് ഹീറോകളായിരിക്കുന്നവരെ പോലീസ് തപ്പുമ്പോൾ അവർ ഒളിവിൽ പോയിട്ട് പാവം പിടിച്ച സഹാക്കൾ ഇടിമേടിക്കുക. ഇവിടെ നസറായനായ യേശു പ്രസ്ഥാനം ശക്തി പ്രാപിച്ചിട്ടില്ല, കുറച്ച് നാളെ ആൾ തുടങ്ങിയിട്ട്. നല്ലൊരു വേറെ ലീഡർ പോലും ഇല്ല. ഞാനല്ലെന്നാ സാധാരണ നേതാക്കന്മാർ പറയും. നേരെ തിരിച്ചു പറയാം, ഞാനാണ്, ഇവർ പൊക്കോട്ടെ. അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. രണ്ടാമതും അവൻ നിങ്ങളാരെ തിരയും? ഞാനാ. അപ്പോഴേ അറസ്റ്റ് ചെയ്തു, ശിഷ്യന്മാർ ഓടുക. ഇത് നേരെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് നോക്കി നമ്മുടെ നേതാക്കന്മാർ ഇവരെയും തമ്മിൽ നോക്കി. ഒളിവിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ, ഹീസ് ദ ട്രൂ ലീഡർ എന്നൊരു പിക്ചർ എൻ്റെ മനസ്സിൽ വന്നു. ആദ്യം തന്നെ ലീഡർ മരിക്കുക. സാധാരണ ലോകത്തിലെ ഏത് പ്രസ്ഥാനത്തിൻ്റെയും ലീഡർ പ്രസ്ഥാനം പ്രബലപ്പെടുന്നതിന് മുമ്പ് മരിച്ചാൽ അത് അസ്തമിച്ചു, പ്രസ്ഥാനം തീർന്നു. അല്ലെ പിന്നെ രജിസ്റ്റേർഡായി ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് സംഗതികളെല്ലാം അടുത്ത ലീഡർഷിപ്പ് ഡെവലപ്പായി വന്നു കഴിഞ്ഞാണ് നിന്നെന്ന് വരും. ഇത് അതുല്യനായ ക്രിസ്തു, മാച്വലസ് ലീഡർ ഹ്യൂമാനിറ്റിയുടെ ചരിത്രത്തിൽ. അപ്പോൾ അതുവരെ യേശുവിനെക്കുറിച്ച് വളരെ നിന്ദ്യമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിന് വിപരീതമായ ഒരു പിക്ചർ എൻ്റെ അകത്തേക്ക് കയറുക. ഭയങ്കര അന്നത്തെ എൻ്റെ മനസ്സിൻ്റെ വികാരം ആരോടും പറഞ്ഞറിയിക്കാനൊക്കത്തില്ല.
ഇനിയും യേശുവിന് അനുകൂലമായി സംസാരിക്കേണ്ടി വരുന്ന നാണക്കേട് ചിന്തിച്ച് നോക്കണം. ഇതെല്ലാം ബുദ്ധിപരമായിട്ടാണ്. മനസ്സിലായി. അതുവരെ യേശുവിനെ നിന്ദിച്ച് പറഞ്ഞ് ഞാൻ യേശുവിന് അനുകൂലമായിട്ട് സംസാരിക്കണം, ഇല്ലേ മനസാക്ഷിയെ വഞ്ചിക്കുക. ഇപ്പം കിട്ടിയ ഈ പിക്ചർ നേരത്തെ അവിടെ വെച്ച് ജീവൻ മരണ പോരാട്ടം അകത്ത് നടക്കും. വാസ്തവത്തിൽ അത് ഇന്ന് മനസ്സിലാവുക എന്താണെന്ന് അന്ന് പിടികിട്ടുന്നില്ല. അവസാനം യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ചു. അവിടെ വെച്ച് തീരുമാനിച്ചു. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ എന്ത് വിലം ചെയ്യാനും പള്ളി ത്രൂവേ ചെയ്യത്തുള്ളൂ. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലാബ് ടെക്നീഷ്യൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത്, അദ്ദേഹം എന്നെ കാണാൻ വരികയാണ്. അപ്പം വിശാലമായ ജനലാണ്, പഴയ വീടാണ്, വലിയ ഗ്രില്ലാണ്, 2-3 തലയണ പൊക്കി വെച്ച് ഞാൻ റോഡിൽ കൂടെ പോകുന്നവരെ കാണത്തക്കൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. പുള്ളി നടന്നു വരുന്ന എനിക്ക് ദൂരെ നിന്ന് കാണാം. പുള്ളി വന്നിട്ട് ജനലിൻ്റെ അവിടെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ അപ്പം ബൈബിൾ എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കമത്തി വെച്ചിരിക്കുക വായിക്കുന്നു. പുള്ളി ആദ്യത്തെ ചോദ്യം, പിശാചിൻ്റെ സാത്താൻ്റെ കൂട്ടുകാരൻ്റെ ഈ ബൈബിള് ഇതാ പുള്ളി ചോദിക്കുന്നത്. എന്നിട്ട് പുള്ളി അടുത്ത വാചകം, അല്ല സാക്ഷാൽ സാത്താൻ്റെ ഈ ബൈബിളോ? രണ്ടാമത്, എടാ നിനക്ക് ഇറങ്ങിപ്പോകാനൊക്കത്തില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ ശകലം കൊണ്ടുപോന്നിട്ടുണ്ട്, കുടിച്ചതിൻ്റെ ബാക്കി ഒരു കുപ്പിക്കകത്താക്കി കൊണ്ടുവന്നിരിക്കുക എനിക്ക് തരാൻ. ഞാൻ പറഞ്ഞു, വേച്ചായ ഞാൻ നിർത്തി. നീ നിർത്തിയോ? അതിശയമാ, പല പ്രാവശ്യം നേരത്തെ ഇങ്ങനെ നിർത്തിയിട്ടുള്ള നടക്കത്തില്ലല്ലോ. നീ കാര്യമായി പറയുകയാണ്. ഞാൻ പറഞ്ഞു കാര്യമായി പറയുകയാണ്. ഉറപ്പാണല്ലോ, മാറത്തില്ലല്ലോ? ഞാൻ പറഞ്ഞു നീ മാറത്തില്ല. എന്നാൽ ഞാനും നിർത്തി. ഞങ്ങൾക്ക് കരിമ്പ് കൃഷിയുണ്ട് തെക്കുവശത്ത്. അന്നത്തെ പുള്ളി ഇത് കൊണ്ടുവന്ന് കരിമ്പിലെറിഞ്ഞു. പുള്ളി മൂക്കിപ്പൊടി വലിക്കുന്ന ആളാണ്. പുള്ളി എറിഞ്ഞു. മാനസാന്തരമൊന്നും അല്ല, പുള്ളി തീരുമാനം എടുത്തൊരു കൂട്ടായിരുന്നു. അകത്ത് കയറി വന്നു. കയറി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ മാത്തുക്കുട്ടിച്ചാനെ വിളിക്കണം. നമ്മൾ അങ്ങേര് ബന്ധുക്കോസുകാരനെ വിളിക്കണ്ട, എൻ്റെ ബന്ധുവാണ്. ഈ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വരുമ്പം അവർക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതാനും കൺസൾട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അധികാരം കൊടുക്കുന്ന എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന്. ആ ഡോക്ടറാണ്, നല്ല നീതിമാനായ മനുഷ്യനാണ്. കൊച്ചുവരക്കിലെ മാത്തുക്കുട്ടിച്ചാൻ വിളിക്കണം. ഇദ്ദേഹം വാശി പിടിച്ചു. ഞാൻ പറഞ്ഞു ബന്ധുക്കോസുകാരനെ വിളിക്കണ്ട. അവസാനം ശരി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏകദേശം 4 മണി സമയമായി. അയൽവക്കത്തൊരു പയ്യനോട് പറഞ്ഞു, ഞാൻ വിളിക്കുന്നു, മാത്തുക്കുട്ടിച്ചാൻ ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പോൾ പാസ്റ്റർ കെ സി ജോണിൻ്റെ അവിടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇദ്ദേഹത്തെ കാണാൻ 4-5 പേര് വന്ന് ഇപ്പോൾ ഡിസ്പെൻസറി. ഞാൻ വിളിക്കുന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാഗിനകത്ത് ഒരു ബൈബിൾ എടുത്തുകൊണ്ട് പുള്ളി ഓടി വന്ന് അവിടെ ഇരുന്ന് 2-3 മണിക്കൂർ അവിടുന്ന് രക്ഷ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ബൈബിളിലെ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു കാല് നീട്ടി വെച്ച് ഒരു കാല് മടക്കി താഴെ ഇരുന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പോഴും പെന്തക്കോസ്തിൽ പോകാനുള്ള പരിപാടി മനസ്സിലില്ല. എന്നും മാത്തു കുടിച്ചാൻ വരും. ബൈബിളിൽ നിന്ന് കുറച്ച് പറയും, ഇങ്ങനെ വരും. ബ്ലഡ് വെച്ചാനും ജോലികളുണ്ട്, പുള്ളി അങ്ങ് പോകും. ഒരു ഞായറാഴ്ച രാവിലെ ഈ കൊപ്പാറപ്പറമ്പിലെ പാപ്പച്ചായൻ 1980 കെ സി ജോണിനോട് കുരുക്ക് ചോദ്യം എഴുതിക്കൊണ്ട് ചെന്നപ്പോൾ കൂടെ വന്ന ആള് വീട്ടിൽ വന്നിരിക്കുന്നത് രാവിലെ ഒരു ഡയലോഗ് പറഞ്ഞു. പുള്ളി ഈ ആദ്യം ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, എന്നെ ചാക്കിലാക്കാൻ. ആൾക്കാരെന്തു പറഞ്ഞാലും ശരി, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നയാളാണെന്ന് പണ്ട് മുതലേ എനിക്കറിയാം. ഞാൻ അച്ഛൻ കാര്യം പറ എന്ന് പറഞ്ഞു. പാസ്റ്റർ കെ സി ജോണിനോട് ചോദ്യം ചോദിക്കാൻ പോയപ്പം എനിക്കൊരു ഉറപ്പ് തന്നു, ഒരു ഞായറാഴ്ച ഞങ്ങളുടെ അവിടെ ആരാധനയ്ക്ക് വരാമെന്ന്. ഞാൻ പറഞ്ഞതാ, എന്നാ ബാ പോവാ. ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ന് വരാമെന്ന് പറഞ്ഞില്ലല്ലോ വെച്ചാൽ വരാമെന്നല്ലേ പറഞ്ഞോളൂ. പുള്ളിയാകുന്ന നോക്കി ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച വരാം. അപ്പം ഞാൻ ചിന്തിച്ചു, പുള്ളി വരുന്നതിന് മുമ്പ് സ്ഥലം വിടാം, അടുത്ത ഞായറാഴ്ച അത് രാവിലെ എഴുന്നേറ്റ് പോകാം. പുള്ളി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. വരുമല്ലോ? ഞാൻ പറഞ്ഞു വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അന്നും ഇന്നും മാറുകയല്ല. അല്ലെങ്കിൽ പിന്നെ വ്യക്തമായി ബോധ്യം ഉണ്ടാകണം എൻ്റെ നിലപാട് തെറ്റാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, പിറ്റേ ഞായറാഴ്ച 1 മണിക്കൂർ നേരത്തെ അങ്ങ് വന്നു. ഞാൻ ഒളിച്ചു പോകാൻ മുമ്പേ പുള്ളി അങ്ങ് വന്നു. പിടിപെട്ടു. ഞാൻ പറഞ്ഞ അച്ഛാ വരാമെന്ന് പറഞ്ഞ് ശരിയായി, ഈ ആഴ്ച വരുന്നില്ല, എനിക്ക് വെള്ളയെടുപ്പൊന്നുമില്ല. അച്ഛൻ കണ്ടില്ല എൻ്റെ ഉടുപ്പ് ഈ മോട്ടോർ സൈക്കിളിലൊക്കെ പോകുമ്പോൾ ഈ ചിറകുള്ളതും വേറെ പ്രത്യേകം ഞാൻ പറഞ്ഞുണ്ടാക്കുന്ന ഷർട്ടുകളാണ്. ഞാൻ തന്നെ കുത്തിയിരുന്ന് വെട്ടിച്ച് ഡിസൈനൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന, പോക്കറ്റിലൊക്കെ വാല് ഇവിടെ ചിറകൊക്കെ വെച്ചൊക്കെ. വെള്ള ഷർട്ട് ഒരെണ്ണം ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു വെള്ള ഷർട്ടൊന്നും വെള്ളയൊന്നും വേണ്ട മോനെ. അപ്പോൾ അമ്മ മിണ്ടുന്നില്ല. അമ്മയ്ക്ക് ഈ പെന്തക്കോസ്തിൽ പോകുന്നത് ഇഷ്ടമല്ല. ഭയങ്കര യാക്കോബക്കാരി, ഓർത്തഡോക്സുകാരി. ഞാൻ പറഞ്ഞു ഷർട്ട് തേച്ചിട്ടില്ല ഒരെണ്ണം, അമേരിക്കയിൽ നിന്ന് കൊണ്ടുതന്ന ഷർട്ടാണ്, ഇങ്ങെടുത്തോ ഞാൻ തേച്ച് തരാം. അങ്ങനെ വലിയൊരു കുടുംബക്കാരനാണ്. അങ്ങനെ കൊണ്ട് ഞാൻ പറഞ്ഞാൽ തേപ്പിക്കണ്ട, ഒരു കാര്യം ചെയ്യും, ആ ബ്ലഡ് ഉപയോഗിച്ചാനേ പുള്ളി വരികയാണ് ഞാനിവിടെ വരാം.
അപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ അയൽവക്കത്തെ പയ്യനെ വിളിച്ചു. ഞാൻ വിചാരിച്ച് ബ്ലഡ് വെച്ചാൻ വരത്തിരുന്നു. 20 മിനിറ്റിനും ബ്ലഡ് വെച്ചാൽ ഇങ്ങ് വന്നു. ഇനി ഒരു രക്ഷയില്ല. ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി KCOൻ്റെ അടുത്തോട്ട് പോയ വഴിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് പെന്തിക്കോസുകാർക്കൊരു പരിപാടിയുണ്ട്, ഈ നിർബന്ധിച്ച് സാക്ഷ്യം പറയിപ്പിക്കുന്ന പരിപാടി. എന്നെ വല്ലതും അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ എൻ്റെ സ്വഭാവം അറിയാമല്ലോ. എൻ്റെ മോനെ അങ്ങനൊന്നും ഇല്ല, ഇതെല്ലാം ചുമ്മാതെ പറയുന്നതാണ്. അന്ന് പഴയ ഹോളാ. ഞാൻ അവിടെ കയറി. എന്നോട് പറഞ്ഞ് ഇങ്ങോട്ടിരിക്കാൻ കസേര ഒരു സൈഡിലുണ്ട്. എന്നെയും ഈ ബ്ലഡ് വെച്ചാനെ ഇരുത്തി. ഞാൻ കുനിഞ്ഞിരിക്കുക. ഞാൻ ഇങ്ങനെ ഒരാളെ നോക്കുമ്പോൾ അയാൾ എന്നെ നോക്കുന്നു, ഇങ്ങനെ വേറൊരാളെ നോക്കുമ്പോൾ അവരെന്നെ നോക്കുന്നു, ഒരമ്മച്ചിയെ നോക്കി അവരെന്നെ നോക്കുന്നു. ഏതോ ഒരു മൃഗം വന്നിരിക്കുന്ന പോലുള്ള നോട്ടമാണ്. നമ്മളപ്പോൾ അസ്വസ്ഥനായിട്ടിരിക്കുക. അകത്തൊരു അസ്വസ്ഥത തുടങ്ങി. അപ്പോൾ എനിക്ക് പെന്തക്കോസ്തിലെ ആരാധനയെക്കുറിച്ച് അറിയത്തില്ല. ഒരുത്തൻ അവിടെ കിടന്നലയ്ക്കുന്നു, ഹല്ലേലൂയ പറയുന്നു. ഒരാൾ ഇവിടെ പാട്ട് പാടുന്നതിനിടയിൽ ഇടയ്ക്ക് ആൾക്കാരൊക്കെ എഴുന്നേറ്റ് സാക്ഷ്യം പറയുക. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ എഴുന്നേക്കുന്നു, ഇരിക്കുന്നു, വേറൊരാൾ എഴുന്നേക്കുന്നു. നമ്മൾ ഓർത്തഡോക്സിലെ കുർബാന മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, പെന്തക്കോസ്തുകാരുടെ മീറ്റിംഗ് കണ്ടിട്ടേ ഇല്ല. ഇതെന്തൊരു ആകപ്പാടെ ഒരു കോലാഹലം പോലെ എനിക്ക് ഫീൽ ചെയ്യും. മീറ്റിംഗ് ഏതോ ഒരു സമയം പാസ്റ്റർ KCOൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ അങ്ങ് എഴുന്നേറ്റു. അപ്പം മറ്റാരണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇദ്ദേഹവും പറയുന്നു എന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. എഴുന്നേറ്റ് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങ് പോന്ന് വിളിച്ചു. ഞാൻ ആ മൈക്കിൻ്റെ മുമ്പിലോട്ട് ചെന്നു. പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, 29 വയസ്സ് പ്രായമുണ്ട്, 30 വയസ്സാകാൻ ഇനി 19 ദിവസം കൂടെ. ദാവീദ് രാജാവ് സിംഹാസനത്തിലേറിയ പ്രായമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അപ്പം ഞാൻ യാക്കോബയിലായിരുന്നു. ഈ വകുപ്പുകളൊക്കെ എനിക്ക് എല്ലാം അറിയാം. കുർബാനയൊക്കെ കാണാൻ അറിയാം എനിക്ക്. അപ്പോൾ പിന്നെ ആ പ്രായമാണെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം തകർപ്പാണ്. 290 കൊല്ലത്തിൻ്റെ പാപം ചെയ്തിട്ടുണ്ട്. നേരെ ചൊവ്വേ ജീവിച്ചാൽ കൊള്ളാവുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുകയും ഈ ഉപദേശിമാരെല്ലാം കൂടെ എൻ്റെ തലയിൽ കൈവച്ച് ഉരുട്ടിയിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലമുടി കുഴപ്പമെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഞാൻ വളരെ പാടുപെട്ട് ചീകിയൊക്കെ ഒതുക്കി നടക്കുന്ന ആളാണ്. ഇവരെല്ലാം കൂടെ വെച്ച് അമ്മക്ക് ശരിയാക്കിയ. പക്ഷേ ആ സമയത്തും എൻ്റെ അകത്തെന്തോ സംഭവിക്കുന്നു. എന്നിട്ട് ഞാൻ നടന്ന് അങ്ങോട്ട് പോയപ്പോൾ തണ്ട ബ്ലഡ് വെച്ചാൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. പുള്ളി ഏതാണ്ട് പറഞ്ഞു. അടുത്ത ഞായറാഴ്ചയും പാപ്പച്ചായം വന്നു. അപ്പോൾ അടുത്ത ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ പാസ്റ്റർ KCOൻ പറഞ്ഞു വൈകിട്ടൊരു മീറ്റിംഗ് കൊണ്ട് വരുന്നേവാ. പാസ്റ്റർ KCOൻ്റെ കൂടി ഇങ്ങനെ പോകാൻ തുടങ്ങി. 4-ാമത്തെ ആഴ്ച പാപ്പച്ചായനെ നോക്കി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആട്രമ്പിൽ കൂടെ അദ്ദേഹം നടന്നു പോകുന്നു. ഞാൻ ചർച്ചയിൽ വന്നു. പാപ്പച്ചായനെ കണ്ടില്ലല്ലോ പാപ്പച്ചായെന്ന്. ഇനിയും റോയിങ് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവാഞ്ചലിസത്തിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ അവരിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. കാരണം ഇനിയും റോയിങ് പോരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആദ്യത്തെ 3-4 ആഴ്ച പുള്ളി വീട്ടിൽ വന്ന് തന്നെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് വന്നു. പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇവൻ എവിടെയാണ് നിൽക്കുന്നത്. അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ മാനസാന്തരം. ഇടയ്ക്കൊരു ചോദ്യം. ഈ അന്ന് KCOൻ്റെ അടുത്ത് 20 ചോദ്യമായിട്ട് പോയിട്ട് എന്ത് സംഭവിച്ചു? പുള്ളി മറുപടി പറഞ്ഞു. സത്യത്തിൽ ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. പുള്ളിയുടെ വശം പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തു. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റേതായ രീതിയിൽ എല്ലാ ചോദ്യങ്ങളും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നാൽ ചില ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കണ്ടെത്തി. 1 ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തക്കവണ്ണം ദൈവം എന്നെ അതിന് പ്രാപ്തനാക്കി. അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്. അത് ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നുവെങ്കിൽ ഞാൻ അവിടെ എപ്പോഴും ഒരു കാര്യമുണ്ട് എനിക്ക്. നമ്മൾ തമ്മിൽ സംവദിച്ചാൽ ഞാൻ തെറ്റാണെന്ന് എനിക്ക് കൺവിക്ഷൻ വന്നാൽ ഞാൻ ഉടനെ തന്നെ സമ്മതിക്കും. ഞാനല്ലാതെ ആ ഒരു നേച്ചർ എനിക്ക് പണ്ട് മുതലേ ഉണ്ട്, ഇന്നുമുണ്ട്. ഈ അടുത്ത സമയത്ത് തൃശ്ശൂരല്ല കാലടിയിലെ കത്തോലിക്കരുടെ ഒരു വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ നിർമ്മൽ റൈസ് അവർ അതിൻ്റെ മുതലാളിയൊക്കെ നടത്തുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിരുന്നു. മീറ്റിങ്ങിന് പോയി ഭയങ്കര സംസാരം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു സാധാരണ വിളിക്കുമെന്ന് പറഞ്ഞാൽ രണ്ടാമത് വീണ്ടും വിളിച്ചിരിക്കുക അവരെന്നെ. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ വരാൻ സംസാരിക്കാം. അപ്പോൾ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കൺവിൻസ്ഡായ ഞാൻ അപ്പം തന്നെ സമ്മതിക്കും. എൻ്റെ നിലപാട് മാറ്റുന്നതിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ. ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ്, ആ നിലയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതെല്ലാമായിട്ട് വളർന്നു വന്ന് ഒരുപക്ഷെ കേരളത്തിലൊരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ഒക്കെ ആ നിലയിൽ എത്തേണ്ടിയിരുന്ന ഒരാൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ അതൊക്കെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചൊരു നഷ്ടബോധം വല്ലതും? നോ. ഇതിനകത്ത് വേറൊരു സംഭവം ഞാൻ പറയാത്തതുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാൻ അകന്നുപോയി. അകന്നു പോകാനുള്ളൊരു കാരണം കുറച്ച് നാൾ അതുകൊണ്ട് ഞാൻ ആ കള്ളു കുടിയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലായിരിക്കുമ്പോൾ അങ്ങനെ കുടിക്കാനൊക്കത്തില്ല. ആ രാത്രിയിലൊക്കെ രഹസ്യത്തിലെ കുടിക്കാനൊക്കത്തില്ല. ഈ ഒരു ദിവസം കായംകുളം MLA ആയിരുന്ന CK സദാശിവൻ
അന്ന് തലവടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അദ്ദേഹം പോയി കഴിഞ്ഞാണ് നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നത്. ഞാനില്ലാഞ്ഞ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ മിനിറ്റ്സിനകത്ത് അടുത്ത ആഴ്ച ഞാൻ ചെല്ലുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറൊരാൾ എഴുതി വച്ചിരിക്കുകയാണ്. റോയി മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വന്നയാളായതുകൊണ്ട് എനിക്കെന്തോ പ്രത്യേക പരിഗണന. ഞാനും ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ നായർ തറവാട്ടിലെ ചെറുപ്പക്കാരനും കൂടി ഒരുമിച്ച് ഇറങ്ങുന്നത്. പുള്ളി മീറ്റിങ്ങിനൊന്നും പരസ്യമായിട്ട് വരത്തില്ല, ഒരു നാണക്കേട് പോലെ. ഈ തൊഴിലാളികളുടെ ഉള്ളിൽ നമ്മുടെ പറമ്പിലൊക്കെ പണി. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ അതിനുവേണ്ടി ജീവൻ കളഞ്ഞു നിൽക്കും. അങ്ങനെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാവുന്നു. എനിക്കാരുടെയും ദൈന്യത വേണ്ട, എനിക്കാരുടെ എക്സ്ട്രാ പരിഗണന വേണ്ട. അത് അന്നും വേണ്ട, ഇന്നും വേണ്ട. അതാ എൻ്റെ അപ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരം മതി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വല്ലാതെ, അത് മാർക്സിസത്തിനെതിരായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മാർക്സിസ്റ്റ് ചിന്താഗതിക്കെതിരായ, ഞാനൊരു ക്രിസ്ത്യാനി പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ ജാതി ചിന്തയ്ക്കെതിരാണ്. ഞാൻ അന്നും എതിരാ, ഇന്നും എതിരാ. അപ്പോൾ അതെന്നെ വല്ലാതെ ആർട്ടിക്കും. തന്നെയല്ല, ഞങ്ങളുടെ വേറൊരു കാര്യം, ഞാൻ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രൻ. വാസ്തവത്തിൽ ഞാൻ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ആളല്ല. ഞങ്ങളുടെ പാടത്തൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളും ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഇവരിലൊരുത്തനായതാണ്. പക്ഷേ ഇവിടെ എൻ്റെ കൂടെ നടക്കുന്ന പുള്ളികൾക്ക് ഇവിടെ വരണമെന്നാ ചിന്ത. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. ഞാൻ അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ ആഹാരം കഴിക്കുകയും, ഇന്ന് ഒരു മിഷനറി ആകാൻ വേണ്ടി ദൈവം എന്നെ ട്രെയിൻ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കും. നമ്മുടെ പാസ്റ്റിനെ ദൈവം ഉപയോഗിക്കും. ഞാൻ കാണ്ടമാലിലും ഈ ഇടുക്കിയിലുമൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ പെയ്യ അവിടെ നിന്ന് വലിഞ്ഞു കളയും ആഹാരം കഴിക്കാതെ. ഞാൻ അവരിലൊരുത്തനായിട്ട് പെട്ടെന്ന് അങ്ങ് മാറും. ഒരു പ്രീവിയസ് പശ്ചാത്തലം ദൈവം അങ്ങനെ ഒരുക്കിയത് കൊണ്ടാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാനത് എനിക്ക് ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ബ്ലെൻഡ് ആവും ഏത് കൾച്ചറുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയ്യെ മാറിയായിരുന്നു. എന്നെ അസ്വസ്ഥനായിരുന്നു. ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ അവിടെ കാണുന്നില്ല. ആ സിദ്ധാന്തം നല്ലതാണ്, പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അത് കാണാഞ്ഞപ്പോൾ ഞാൻ അസ്വസ്ഥനായിരുന്നു. പെയ്യെ ഞാൻ മാറിയായിരുന്നു. ഈ ഇപ്പോഴത്തെ ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്സ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അത് ഫോളോ ചെയ്യാറുണ്ട്? ഞാൻ ജിയോ പൊളിറ്റിക്സും ഈ പ്രാദേശിക തലത്തിലുള്ള എല്ലാം ശ്രദ്ധിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയിൽ നിന്ന് അവർ എത്രത്തോളം ദൂരോട്ട് പോയെന്ന് പഴയൊരു മാർക്സിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ? സത്യത്തിൽ ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു തിയറിയല്ലേ, ഒരു സിദ്ധാന്തമല്ലേ. ലോകത്തിലെങ്ങും മാർക്സിസമോ കമ്മ്യൂണിസമോ ഇന്ന് വരെ നിലവിൽ വന്നിട്ടില്ല. അതിൻ്റെ ആ പ്യൂരിറ്റിയിൽ വന്നിട്ടില്ല. അല്ല, സോഷ്യലിസം ഇന്ന് വരെ ലോകത്തിലെങ്ങും അല്ല, കമ്മ്യൂണിസമോ അല്ല ഈ മാർക്സിസം എന്ന് പറയുന്ന കാര്യം ലോകത്തിലെങ്ങും വന്നിട്ടില്ല. കമ്മ്യൂണിസത്തിലേക്കുള്ള പ്രയാണമാണ്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഡെമോക്രസി. അത് കഴിഞ്ഞ് സോഷ്യലിസം വരണം. സോഷ്യലിസം പോലും എങ്ങും വന്നിട്ടില്ല. സോഷ്യലിസം ലോകത്തിൽ വന്നിട്ടുള്ള രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് 40 വർഷത്തെ മരുഭൂപ്രയാണം. ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറേയും കണ്ടില്ല. എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്, എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച്. വയ്യാത്ത വൃദ്ധന്മാർക്ക് വേണ്ടി ചെറുപ്പക്കാർ പെറുക്കിയിട്ടുണ്ട്, അവർ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ കൂടാരങ്ങളിൽ വന്ന്. കൃത്യമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് ആദിമസഭയിൽ എല്ലാവരും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം പൊതുവക എന്നുണ്ട്. കമ്മ്യൂണിസം ലോകത്തിൽ വന്നിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ പഴയ നിയമസഭയിലെ ആ 40 വർഷവും പുതിയ നിയമസഭയിലെ ആദ്യത്തെ ഘട്ടവും മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട്. ബാക്കി എങ്ങും വന്നിട്ടില്ല. ഞാൻ ചൈനയിൽ 2 പ്രാവശ്യം പോയി കഴിഞ്ഞ വർഷം. നമ്പർ 1 ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസമാണ്. ഷീ ജിൻപിങ്ങിൻ്റെ ഒരു പടം പോലും, ഞാൻ ഷാങ്ഹായിലുണ്ടായിരുന്നു, നാൻജിങ്ങിലുണ്ടായിരുന്നു, ഗ്വാങ്ചോയിലുണ്ടായിരുന്നു, ഫൊഷാൻ സിറ്റിയിലുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞാൻ ഷീ ജിൻപിങ്ങിൻ്റെ ഒരു പിക്ചർ പോലും അടങ്ങും, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ഒരു പിക്ചർ പോലും കണ്ടിട്ടില്ല. അമേരിക്കയേക്കാൾ ക്ലീൻ ആയിട്ട് ബിസിനസ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഞാനൊരു കൂട്ടുകാരന് വേണ്ടി പോയി, ബിസിനസ് നെഗോഷിയേഷന് വേണ്ടി പോയി. ബിസിനസ് എത്തിക്സ് ഇന്ത്യക്കാർക്ക് അറിയത്തില്ല, വാസ്തവത്തിൽ ചൈനക്കാരെ കണ്ടുപിടിക്കണം. ബ്യൂട്ടിഫുൾ പീപ്പിൾ, നല്ല സംസ്കാരം. ഞാൻ ചൈനയെ വാഴ്ത്തുകയല്ല ഇവിടെ ഇരുന്ന്, പക്ഷേ ഉള്ളത് പറയാതിരിക്കാനൊക്കെ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ രാജ്യം പുരോഗതിയിലേക്ക് വരുന്നു. എങ്ങുമില്ല കമ്മ്യൂണിസം, അതൊരു സിദ്ധാന്തം മാത്രമാണ്. പിന്നെ ആവേശം കയറി ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ പൈസയും എൻ്റെ സമയമെല്ലാം അതിനുവേണ്ടി ചിലവഴിച്ചു, ശരിക്കും ചിലവഴിച്ചു. ഈ അന്ന് പാർട്ടി ഒരു സമ്മേളനമൊക്കെ നടക്കുമ്പം കുറ്റി കൊടുത്തു വിട്ടാൽ ഇവർ 7 രൂപയും 14 രൂപയും കൊണ്ടുതരും. പിന്നെ അമ്മയോട് ആദ്യം സ്നേഹത്തിൽ പറഞ്ഞ് കാശ് മേടിക്കും, പിന്നെ അത് ദേഷ്യപ്പെട്ട് കാശ് മേടിക്കും. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ചെമ്പറ പാപ്പച്ചൻ സാറിനോട് ഈ മൈക്കിന് കടം പറയും.
വോട്ടുകാരനോട് കടം പറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെയാ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തിയത്. ജി സുധാകരൻ ആദ്യമായിട്ട് മത്സരിക്കുന്നതുകൊണ്ട് എനിക്കായിരുന്നു ചുമതല. 3 ദിവസം ഒന്നും വീട്ടിൽ വന്നിട്ടില്ല, ഇങ്ങനെ നടന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. ആദ്യമായിട്ട് പുള്ളി കുട്ടനാട്ടിലാണ് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹമൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ നായനാർ വന്നിട്ടുണ്ട് വീട്ടിൽ, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പന്തളം MLA വി കേശവൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ കായംകുളം MLA CK സാശൻ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ആക്റ്റീവായിരുന്നു. ഞാനത് അങ്ങനെ ഘോഷിച്ച് നടക്കാറില്ലെന്നുള്ളത് മനസ്സിലായി. ഈ അടുത്ത ഒരു കാര്യം ചോദിച്ചാൽ, KC ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സത്യത്തിൽ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റിൽ കൈപിടിച്ച ഒരാൾ. അതെ, അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. അയ്യോ, മറക്കാൻ ഒക്കത്തില്ല. അതുപോലെ കടപ്പാടാണ് പാസ്റ്റർ KC ജോണിനോടുള്ളത്. വാക്കുകൾ കൊണ്ട് എനിക്ക് വിസ്തരിക്കാനൊക്കത്തില്ല. ഇന്നത്തെ ഞാൻ ആയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹമാണ്. കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ച മുമ്പ്, 1 മാസം മുമ്പ് ഞാനവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വേൾഡ് വ്യൂ രൂപപ്പെടുത്തിയത് ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ഗോഡ് വ്യൂ, ദൈവത്തെക്കുറിച്ചുള്ള വീക്ഷണം രൂപപ്പെടുത്തിയതും സഹജീവികളെക്കുറിച്ചുള്ള വീക്ഷണം രൂപപ്പെടുത്തിയതിൻ്റെ അടിത്തറ ഇതാണ്. എൻ്റെ ഭവനം ഇതാണ്, ഈ വീടാണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അല്ലെങ്കിൽ ഈ സഭയിൽ പോകാൻ തുടങ്ങിയ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് ഒന്ന് വിശദീകരിക്കാം. ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി പാസ്റ്റർ KC ജോണിൻ്റെ കൂടെ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ താക്കോലുണ്ട് എൻ്റെ കയ്യിൽ. താക്കോൽ തുറന്ന് എൻ്റെ മുറിയിലോട്ട് അങ്ങ് പോവുക. 10-12 മണിയൊക്കെ ആവും. പോവും, കഴിച്ചിട്ടാണ് വരുന്നത്. KC ജോണിൻ്റെ കൂടെ പോകുമ്പം ആഹാരം കിട്ടും, കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അന്ന് രാത്രി പ്രസംഗിച്ച കാര്യം ബൈബിൾ എടുത്ത് വെച്ച് ഞാനിങ്ങനെ പരിശോധിക്കുക. ഒരു ഇംഗ്ലീഷ് ബൈബിളും കിട്ടിയിട്ടുണ്ട്, ഒരാൾ തന്നതാണ്. ഇത് രണ്ടും കൂടെ വെച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഥയിലൊരു കൊട്ട് കിട്ടും. രാത്രി 12:30 ആയിക്കാണ്. അപ്പോൾ പാസ്റ്റർ KC ജോണും ഡ്രൈവർ സോമനുമാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവരെന്നെ അക്കരെ ഇറക്കിച്ച് പോയതാ. അകത്തോട്ട് പറഞ്ഞ അമ്മയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ കിടന്ന് ഉറക്കവാ, രാത്രി ഉറങ്ങി. അല്ല, ഒന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു, എന്തിനാ? ഒന്ന് വിളിക്കുക, ഇങ്ങനെ അദ്ദേഹം പറയും. ഞാൻ ചെന്ന് കഥ തുറന്നപ്പം അമ്മ സാറിനെ കുറ്റിയിട്ടിട്ടാ കിടക്കുക. കഥ തുറന്നു കൊടുക്കുക. ഭയന്ന് പോയി, ഞെട്ടിപ്പോയി. അമ്മയുടെ കട്ടിലില്ല, അലമാരിയില്ല, ആ മുറി മുഴുവൻ empty ആണ്. അമ്മ വീട്ടിലില്ല. ഞാൻ ഭയന്ന് പോയി. എന്ത് പറ്റുന്ന എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. അന്ന് പകൽ അമ്മ ഒരു വണ്ടി വിളിച്ച് ഇത് മുഴുവൻ കയറ്റി പെങ്ങളുടെ വീട്ടിലോട്ട് അങ്ങ് പോയി. KC ജോൺ പറഞ്ഞു, ഇവിടെ കിടക്കണ്ട, ഇന്ന് രാത്രി അവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലും. അവരിതറിഞ്ഞു? അല്ല, അമ്മയ്ക്കെതിരായിരുന്നു ഞാൻ പെന്തക്കോസ്തി. അല്ല, ഈ KC ജോൺ അറിഞ്ഞു. അപ്പോൾ ഞാൻ പകൽ ബൈബിൾ കോളേജിലാണ്, വായ്പാട്ടാ. അവിടെ നിന്ന് വന്നുടനെ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയെ കയറി കൺവെൻഷൻ അങ്ങ് പോകും. അത് പത്തനാപുരം, പുനലൂർ എന്നില്ല, കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ അന്ന് എവരുടെ കൺവെൻഷൻ അദ്ദേഹത്തിന് പോയിട്ട്. അപ്പം അദ്ദേഹം വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാൻ അറിയുന്നില്ല, അമ്മയകത്തുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ആ പഴയ വീടെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ വീടാണ്, പഴയതാണെങ്കിലും അന്നത്തെ വീട്. അപ്പോൾ അത് പിന്നെ അങ്ങേയറ്റത്ത് അമ്മ, ഇങ്ങേയറ്റത്ത് ഞാനും വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കയറിയിട്ട് എൻ്റെ മുറിയിലോട്ട് അങ്ങ് പോകും. അമ്മയപ്പുറത്ത് കിടപ്പുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. KC ജോൺ എന്ന് പറയുന്നത് വരെ ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡോക്ടർ മാത്തുക്കുട്ടിച്ചാനെയും വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയോട് കാലേ വീണ് അപേക്ഷിച്ച് അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിച്ച് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ശരി. അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം. പിന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പെങ്ങാണ്ട തിരിച്ചങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ അതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പാസ്റ്റർ KC ജോണിൻ്റെ കൂടെ. അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എനിക്കൊരു 2 വീലർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതേലാണ് മോട്ടോർ സൈക്കിളിൽ പോകും. എത്ര വർഷം ഉണ്ടായിരുന്നു നിങ്ങൾ KC ജോൺ ഒന്നിച്ച്? ഞാൻ 2 വർഷത്തിൽ 2 വർഷം ചെല്ലുവാൻ. അന്ന് അവിടെ ഒരു ബൈബിൾ സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്? അല്ല, അന്നില്ല. ഞാൻ വരുമ്പോൾ ഇല്ല, തീർന്നു, നിർത്തിയായിരുന്നു. ഓക്കെ. അങ്ങനെ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയും കൺവെൻഷൻ വേദികളും അതെല്ലാമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം. സത്യത്തിൽ അന്നാണ് ഈ തിരുവല്ല കേന്ദ്രമാക്കി പവർ ഇവാഞ്ചലിസം ഒക്കെ. അതെ അല്ലേ? അതെ. അതിനെക്കുറിച്ചൊന്ന് പറയാം. പവർ ഇവാഞ്ചലിസം വാസ്തവത്തിൽ ഞാനത് പാസ്റ്റർ KC ജോണിനോട് ഒരു ചോദ്യരൂപത്തിലൊരിക്കൽ ചോദിച്ചു. ഇച്ചിരി വിഷമമുണ്ടായി എനിക്ക്. മധ്യതിരുവിതാംകൂറിലെ ഒരു ഉണർവായിരുന്നു. അതെ. അതിനകത്ത് തിരുമേനിമാർ, ഈശോമാർ തീമോത്തിയോസ് തിരുമേനി മർത്തോമായിലെ, ഇന്നത്തെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ പൗലോസ് കുന്നുമേൽ, ജോർജ് മാന്തോട്ടം, പിന്നെ ജോൺ പാറപ്പുഴ അച്ഛന്, സാജു വർഗീസ് അച്ഛന്, ഇങ്ങനെ ഒത്തിരി അച്ഛന്മാർ, 13 അച്ഛന്മാർ, 40 അച്ഛന്മാർ കൂടി തീരുമാനിച്ച അവർ വേർപെടാൻ. 12 അച്ഛന്മാർ കൂടി സ്നാനപ്പെടാൻ തീരുമാനിച്ച. സ്നാനപ്പെടാൻ നേരത്ത് 4 അച്ഛന്മാരായി. പാസ്റ്റർ KC ജോൺ അവരെ നീരട്ട് മാറ്റി സ്നാനപ്പെടുത്തി. ഇളകിയായിരുന്നു ഈ ദേശം. ഞാൻ അന്ന്
മർത്തോമാക്കാരുടെയും CSIക്കാരുടെയും കൺവെൻഷനായി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത്. ഞാൻ മണർകാട് പള്ളിയിലെ CSI, ഇപ്പോൾ CSIയിൽ ഒരു തിരുമേനി റിട്ടയറായ ഇവാഞ്ചലിക്കലെ ബിഷപ്പിൻ്റെ അളിയൻ, അദ്ദേഹത്തിൻ്റെ പേരന്ന് സണ്ണി എന്നായിരുന്നു, ഇപ്പോൾ ഉമ്മൻ എന്നും കണ്ടു വന്നൊരു ബിഷപ്പാന്ന് തോന്നുന്നത് അദ്ദേഹം. അവരെ ചർച്ചിലൊക്കെ കൺവെൻഷൻ എന്നെ വിളിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഫിലിപ്പോറീസ് അച്ഛൻ്റെ ചർച്ചിലെ മുളക്കഴ പള്ളിയിലൊക്കെ മർത്തോമ പള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു 4 വർഷം മുമ്പ് എനിക്ക്, 4 അല്ല കുറേ വർഷം മുമ്പ് ഒരു കത്ത് എനിക്ക് കിട്ടി. ചർച്ച് ഓഫ് ഗോഡിൽ ഒരു പാസ്റ്ററാണ് ഞാൻ. മുളക്കഴ പള്ളിയിൽ ഫിലിപ്പോറീസ് അച്ഛൻ്റെ ചർച്ചിലെ കൺവെൻഷന് പാസ്റ്ററിൻ്റെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട ആളാണ്. അവരുടെ ഹോൾ ഏതാണ്ട് പണിയുന്നത്. അങ്ങനെ അനേകരന്ന് ഈ റെനി ഉള്ളത് കൊണ്ട് തേനീച്ച, എന്തോ അതിന് പറയുന്നത്, ചക്കപ്പഴത്തിൽ ഈച്ച വരുന്നത് പോലെ ജനം അങ്ങ് കൂടും റെനിയെ കാണാൻ വേണ്ടി. അത് സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ആരും ആക്രമിക്കാൻ വന്നവർ പോലും മാനസാന്തരപ്പെട്ടു. കാരണം റെനിയെ ആദ്യം ഞാൻ പ്രൊജക്റ്റ് ചെയ്തില്ല. ഞാൻ പ്രസംഗിച്ച് എൻ്റെ പ്രസംഗം കഴിയുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ സാക്ഷ്യം പറയും. എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ജനങ്ങളുടെ ഹൃദയം ഇച്ചിരി അനുകൂലമായിട്ട് വരും. അതിനുശേഷം ഓൾട്ടർ കോൾ നടത്തുന്നതിന് തൊട്ട് മുമ്പെയാണ് റെനിയെ മുമ്പോട്ട് കയറ്റി നിർത്തി പറയുന്നത്. അപ്പോഴത്തേക്ക് ജനങ്ങളുടെ ഹൃദയം നമുക്ക് അനുകൂലമായി വരും, അവരെല്ലാം രക്ഷിക്കപ്പെടും. എന്നാൽ വിയെ തമ്പിച്ചാനോടെ പോയപ്പോൾ ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. ഇത് ഞാൻ മുന്നമേ കണ്ടായിരുന്നു. ഒരു ദൈവികമായ ജ്ഞാനത്തിലാണ്. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അതിൽ കൂടുതലല്ലല്ലോ. ഞാൻ കൊലക്കേസിലും വധശ്രമത്തിലും ഒത്തിരി കേസിൽ പ്രതിയായ ഞാൻ, മറ്റേത് അവരുടെ കണ്ണിന് മുമ്പിലായിരിക്കുന്നത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ദേഷ്യവും ആ പ്രശ്നമൊക്കെ. അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു വാർത്തയായതുകൊണ്ട് കരിക്കമില്ല കൊലക്കേസ് ആ കാലഘട്ടത്തിൽ, ഇന്നാണെങ്കിൽ അത്ര വലിയ കൊലക്കേസ് അല്ല അത്, പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതും മധ്യ തിരുവിതാംകൂറിൽ ഇത്രയും കോളൊക്കെ ഉണ്ടാക്കിയ വേറെ കേസില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ പുള്ളിയെ ലോക്കപ്പിൽ വന്ന് കാണാത്തത്. ബാക്കി സകല ആൾക്കാരും വന്ന് കണ്ടു. അക്കൂട്ടത്തിൽ പാസ്റ്റർ KC കൊണ്ട് ചേർത്ത് ഒരു വിശ്വാസി വന്ന് കണ്ടു. അപ്പോൾ റെനി അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, റെനിച്ചാനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഞാൻ ലോക്കപ്പിൽ ചെന്ന് റെനിയെ കാണുന്നുടനെ ഗർഭിണിയാണ്. റെനി പറഞ്ഞു, വയറ്റിൽ കിടക്കുന്ന ആങ്കൊച്ചാകട്ടോ, റെനിന്ന് പേരിട്ടേക്കണമെന്ന് പറഞ്ഞു. ആങ്കൊച്ചായിരുന്നു, റെനിന്നാ പേരിട്ട. പുള്ളിക്കാരത്തി അപ്പോൾ റെനിയുടെ അമ്മയായിരുന്നു എനിക്കറിയാം. KC കൊണ്ട് അവിടെ ഹെൽപ്പൊക്കെ ചെയ്യുന്ന റെനിയുടെ അമ്മയാണെന്ന് അറിയാം. പക്ഷെ ഇങ്ങനെയാണ് ആ പയ്യന് റെനിന്ന് പേര് വന്നിരിക്കുന്നത്. റെനി പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ, കാരണം അന്ന് അങ്ങനെയൊക്കെ കൊല്ലത്തൊക്കെ ചൊല്ലെന്ന് പറഞ്ഞാൽ അനേക പെൺപിള്ളേർ കല്യാണം കഴിക്കാൻ റെഡിയാ പുള്ളിയെ. ഹൈലി എഡ്യൂക്കേറ്റഡ് ഗേൾസ്. കാരണം അത്ര സ്റ്റാർ വാല്യൂ, ന്യൂസ് വാല്യൂ ഒക്കെ ഉണ്ട് അന്നുണ്ട്. അല്ല, ഈ റെനിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് അതിനകത്ത് എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റി? അതെ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. ഞങ്ങൾ ഈ മീറ്റിങ്ങുകളെല്ലാം നടത്തുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. പുള്ളിക്ക് എന്നോട് പ്രത്യേകമായൊരു സ്നേഹവും പ്രത്യേകമായൊരു അടുപ്പമുണ്ട്, മറ്റെല്ലാവരേക്കാൾ കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം തന്നെ റെനിയുടെ മകളുടെ കല്യാണം ഈ ഫെബ്രുവരിയിലാണ്. എന്നെ വിളിച്ച് പറഞ്ഞ്, ഞാനാണ് കല്യാണത്തിന് പ്രസംഗിക്കേണ്ടത്, വരണം അമേരിക്കയിൽ നിന്ന്. അതുതന്നെ തെളിയിക്കുന്നത് എനിക്ക് പുള്ളിക്ക് എന്നോടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ. ഞാൻ അതിനുവേണ്ടി വരാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക വരാൻ. അപ്പം അങ്ങനെ ഒരു ബന്ധം, ഒരു ആത്മാർത്ഥമായ ബന്ധമുണ്ട്. ഓക്കെ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ പവർ ഇവാഞ്ചലിസത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അത് കംപ്ലീറ്റ് ചെയ്തില്ല. പവർ ഇവാഞ്ചലിസം ഇവിടെ കേരളത്തിലെ ഈ മധ്യ തിരുവിതാംകൂറിലെ മാർത്തോമ CSI സമൂഹത്തെ മുഴുവൻ ഇളക്കിമറിച്ചൊരു കാലഘട്ടമായിരുന്നു. അതെ, അതിനെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അതിൻ്റെ ലീഡർഷിപ്പിൽ നിന്നവർ, ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രസ്ഥാനമാണെങ്കിലും ഏത് മൂവ്മെൻ്റ് ആണെങ്കിലും ദൈവം ഒരുത്തനെയാണ് ഉണർത്തുന്നത്. എപ്പോഴും ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് ഒരുവനിൽ നിന്ന് സകല ജാതി, ഒരു അബ്രഹാമിനെ, ഒരു മോശെ, ഒരു ഗിദെയോനെ, ഒരു കമ്മിറ്റിയോ ഒരു ഗ്രൂപ്പിനെയോ ദൈവം ഒരിക്കലും തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ അതൊരു മൂവ്മെൻ്റായി മാറി. അതിന് ചുറ്റും അതേ അഭിപ്രായമുള്ളവർ അല്ലെങ്കിൽ ആ ദർശനം ഉൾക്കൊള്ളുന്നവർ കൂടി അതൊരു ഓർഗനൈസേഷനായി മുമ്പോട്ട് പോകുന്നൊരു കാഴ്ചപ്പാടാണ്. പവർ ഇവാഞ്ചലിസം വന്ന ആ വരവ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും അന്ന് ലീഡർഷിപ്പ് കൊടുത്തവർക്ക് കഴിഞ്ഞില്ല. തന്നെയല്ല, ഞാനിപ്പോൾ വ്യക്തികളെ പറയുന്നില്ല, ഞാൻ ബേച്ചായനോട് ഞാനത് പറഞ്ഞു. ബേച്ചാനത് ചാക്കോ സാറിനോട് പറഞ്ഞു, ഉമ്മച്ചായനോടും പറഞ്ഞു, വേദനയോട് പറഞ്ഞു. ചാക്കോ സാർ അന്ന് കരയുകയൊക്കെ ചെയ്തു ബേച്ചാനോട്. ഞാൻ പറഞ്ഞു, ദൈവം ഏൽപ്പിച്ച ഒരു കാര്യമാണ്, അത് കൃത്യമായി ചെയ്യാനുണ്ട്. ആദ്യകാലങ്ങളൊന്നും ബേച്ചാന് മുമ്പിൽ ഞാൻ അങ്ങനെ പറയത്തില്ല. അമേരിക്ക എന്നൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയാണത് എന്ന്. അതായത് KC ജോൺ ഈ IPC രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വലിയ ആത്മീയ മുന്നേറ്റമായിട്ട് മാറിയത്. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാട്
എന്നുള്ളതേ ഉള്ളൂ. 100% അത് ശരിയല്ല. അദ്ദേഹം അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തില്ല. പവർ ഇവാഞ്ചലിസത്തിൻ്റെ നേതൃത്വം പാസ്റ്റർ കെ.സി. ജോൺ ഏറ്റെടുത്തില്ല. ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു പോയി, ആത്മീയ ശുശ്രൂഷ ചെയ്തു പോയി. പ്രസംഗിച്ചാൽ മതിയായിരുന്നു പുള്ളി. പ്രസംഗമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിനായിരുന്നു എല്ലാവരേക്കാളും വില. അദ്ദേഹം തമ്പി ഉപദേശി ഇല്ലാതിരുന്ന സമയത്ത് ഈ സക്കറിയ കുശിച്ചനും ഈ ബേച്ചാനും കൂടെ മുളമുട്ടിലെ ഉമ്മച്ചായനെയും ഈ ചാക്കോ സാറിനെയും 2 പേരെ പ്രാർത്ഥിച്ച് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. ആ തമ്പി ഉപദേശിയുടെ ഹൃദയം പൊട്ടിപ്പോയി. ആ പാവം പിടിച്ച ഉപദേശി ഓടി നടന്നാണ് ഈ കൂട്ടായ്മകളും മുഴുവൻ മധ്യതിരുവിതാംകൂർ രൂപപ്പെടുത്തിയത്. അതോടെ അതിൻ്റെ ഡിക്ലൈൻ ആരംഭിച്ചു. അതിൻ്റെ പീക്കിൽ നിന്ന് കാലിഫോർണിയയിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുമതലയിലിരിക്കണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല എൻ്റെ വിളി എന്ന് പറഞ്ഞു. ആരാ ഇതിൻ്റെ നേതാക്കന്മാർ വന്നായിരുന്നു. അപ്പോൾ ഒരാകുന്ന എന്നെ പെഴ്സുവേഡ് ചെയ്യാൻ ശ്രമിച്ച് ഞാൻ അതിന് നിന്നു കൊടുത്തില്ല. തന്നെയല്ല, ആ ഡിസിഷൻ മേക്കിങ്ങിൽ വന്ന പരാജയത്തെക്കുറിച്ച് ഞാൻ ബേച്ചാനോട് പറഞ്ഞു. ദൈവം ഏൽപ്പിച്ചത് ബേച്ചാനെയായിരുന്നു. ബേച്ചാനത് അവരുടെ തോളയിലോട്ട് വെച്ചു കൊടുത്തത് കൊണ്ടാണ്. അത് ബേച്ചാൻ ഉൾക്കൊണ്ടുകൊണ്ട് ചാക്കോ സാറിനോട് സംസാരിച്ച് ചാക്കോ സാർ കരയുകയൊക്കെ ചെയ്തായിരുന്നു. അതൊരു മഹാപ്രസ്ഥാനമായി പോയി. ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയൊക്കെ മുട്ടുകുത്തുകയല്ലേ പ്രാർത്ഥിക്കാൻ. അച്ഛൻ കുഞ്ഞലന്തൂരിനൊക്കെ അറിയാൻ കാര്യങ്ങൾ. അതിന് മർത്തമ്മ സഭ വലിയ കോളിളക്കമൊക്കെ ഉണ്ടായില്ലേ. മാർ അപ്രയമൊക്കെ വന്ന് പ്രസംഗിക്കുകയല്ലേ. തിരുമേനിമാർ വരികയല്ലേ. അവിടെ സ്നാനത്തെക്കുറിച്ചൊക്കെ തിരുമേനിമാർ സംസാരിക്കുകയല്ലേ. അച്ഛന്മാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തില്ലേ. പാസ്റ്റർ കെ.സി. ജോണിൻ്റെ ചർച്ചിൽ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ പാസ്റ്റർ കെ.സി. ജോണിൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേണായിട്ട് നിന്നുള്ളൂ. ഫേം സ്റ്റാൻഡ് ഉണ്ടായിരുന്നുള്ളൂ ഈ അച്ഛന്മാരെ വിളിച്ച് കൺവെൻഷനെ പ്രസംഗിപ്പിക്കാൻ. ഒരു പെന്തക്കോസ്റ്റിൻ്റെ സ്റ്റേജിൽ ഒരു യാക്കോബായിലെ അച്ഛൻ പ്രസംഗിക്കുക. തൽക്കാലം അച്ഛൻ ഇങ്ങോട്ടിരിക്കട്ടെന്ന് തൊപ്പിയൊക്കെ എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ച് പ്രസംഗിക്കുക. ഒരു അച്ഛൻ സകലരുമെതിരെ അന്ന് ഡിസൈൻ ചെയ്ത പോസ്റ്റർ വരെ ഓർമ്മയുണ്ട്. ഞാൻ കൂടെ പറഞ്ഞിട്ടാണ്. ബ്ലാക്കിൽ വെള്ള ലക്ഷണമായിരുന്നു. എന്തൊക്കെക്കാർ സാധാരണ അത് കണ്ടപ്പോൾ തന്നെ ഇത് അവരെ അച്ഛന്മാരെയൊക്കെ കളിച്ചല്ലേ പ്രസംഗിക്കുന്നത്. അതിനകത്ത് വരെ പിശാശാന്നുള്ള മട്ടിലൊക്കെ സംസാരിച്ചവരെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നമുക്കൊരു പ്രത്യേകത വേണമല്ലോ. അതെ, അതിനുവേണ്ടി അന്ന് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊരു മഹാപ്രസ്ഥാനമായി വരേണ്ടതാണ്. അന്ന് ഡോക്ടർ ജോർജ് നവജീവോദയത്തിലെ ജോർജ് സിച്ചറിയാൻ, അദ്ദേഹത്തിൻ്റെ മരുമകൻ പേര് പറഞ്ഞു ജോർജ് ഷാമുൽ. അദ്ദേഹമൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ആ ബാബുച്ചായൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അദ്ദേഹം ഇച്ചിരി ഇങ്ങനെ പാരലായിട്ട് പോകുമായിരുന്നു. എന്നാൽ എതിരൊന്നും അല്ലായിരുന്നു. പക്ഷേ ജോർജ് ഷാമുൽ വളരെ ആക്റ്റീവായിരുന്നു. അന്നവിടെ മാഗസിൻ പോലൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഞാനും ഒക്കെ എന്നെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ ചില ഒന്ന് എഴുതുകയൊക്കെ ചെയ്തത് ഒരു തീ പോലെ പഠനം വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നാൾ വരുമായിരുന്നു, തൃശ്ശൂരിൽ നാൾ വരുമായിരുന്നു. 1500 പൊതി വരെ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പരിസരത്തുള്ള ഒരാരും കഴിക്കത്തില്ല, അവരെല്ലാം അങ്ങ് പോകും. ദൂരെ നിന്ന് വന്നവർക്ക് മാത്രം 1500 പൊതി വിതരണം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഷാരോനിലായിരുന്നു പ്രധാനമായിട്ടും മീറ്റിംഗ് ആദ്യകാലം. പിന്നെ ഷാരോനില്ല ഉൾക്കൊള്ളാൻ പറ്റാവും. അതാഴ്ചയുടെ വലിയ ഹോള്. അതെവിടാന്ന് എനിക്ക് ദിക്കിപ്പം പറയാൻ അറിയത്തില്ല. തൊട്ടടുത്ത് അതിനകത്തായിരുന്നു കൂടുതൽ സമയം. ഇച്ചിരി വിശാലമായ മൈതാനം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത്രയും ആദ്യ സമയങ്ങളിൽ ഷാരോനിലായിരുന്നു. 29ാമത്തെ വയസ്സിൽ നീരേറ്റുപുറത്ത് കെ.സി. ജോൺ പാസ്റ്ററുടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ സാക്ഷ്യം പറഞ്ഞ ആ റോയി വർഗീസ് ഇന്ന് ലോകത്തിൽ 50ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സഭാ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ രംഗത്ത് പ്രവർത്തിക്കുകയും ലോകം മുഴുവൻ നടന്ന് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു മിഷണറിയാണ്, ഒരു പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി കേരളത്തിൽ കുട്ടനാട് അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തെ മുന്നമേ കണ്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത്ഭുതകരമായ വഴികളിലൂടെ അദ്ദേഹത്തെ ദൈവിക പാതയിലേക്ക് ദൈവം കൊണ്ടുവന്ന ആ അത്ഭുത ചരിത്രമാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളും നൽകുവാൻ കൂടെ പാസ്റ്റർ റോയ് വർഗീസിന് സാധിക്കും. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.